എൻ്റെ പേര് കണ്ണൻ. ഞാൻ 2 വർഷമായിട്ട് നാട്ടിക സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനാണ്. 18 വർഷമായി ഈ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ആദ്യമായി ഷംനാമസിലൂടെ ജില്ലാ തലത്തിൽ നേടിയ ചാമ്പ്യൻഷിപ്പോടു കൂടിയാണ് എനിക്ക് പരിശീലന പരിപാടിയിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായത്. അതോടൊപ്പം തുടർന്ന് വന്ന വർഷങ്ങളിൽ സ്നേഹ മനോഹരനിലൂടെ തുടർച്ചയായി 3 വർഷം ജില്ലാതലത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടുകയും നാട്ടികയ്ക്ക് അതൊരു അഭിമാനമായി മാറുകയും ചെയ്തു. സംസ്ഥാന മത്സരങ്ങളിൽ മത്സര പരിചയക്കുറവും അതോടൊപ്പം തന്നെ എൻ്റെ പരിശീലനത്തിൻ്റെ അപാകതയും മൂലം സംസ്ഥാന മത്സരങ്ങളിൽ വിജയം മാറി നിൽക്കുകയും സംഭവിച്ചു. തന്മൂലം സ്നേഹ മനോഹരൻ കല്ലടി സ്കൂളിലേക്ക് പോവുകയും അതേ വർഷം തന്നെ അഞ്ജലി VD എന്ന പെൺകുട്ടി എൻ്റെ കൂടെ പരിശീലനത്തിലെത്തുകയും ആണ് ഉണ്ടായത്. അതേ വർഷം അഞ്ജലി VD 600 മീറ്ററിൽ 1ാം സ്ഥാനവും 400 മീറ്ററിൽ 2ാം സ്ഥാനം നേടി ഉപജില്ലാതലത്തിൽ മികച്ച ഒരു തുടക്കമുണ്ടാക്കി. എന്നാൽ ജില്ലാതലത്തിൽ 400 മീറ്റർ ഓട്ടത്തിൽ 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അടുത്ത വർഷം VD അഞ്ജലിയിലൂടെ 800 മീറ്റർ, 1500 മീറ്റർ, 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ ജില്ലാതലങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടുകയും സംസ്ഥാന മത്സരത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനത്തോടെ 1500-3000 മീറ്റർ മത്സരത്തിൽ വെള്ളി മെഡൽ നേടുകയുണ്ടായി. ഇത് നാട്ടിക സ്കൂളിൻ്റെ ചരിത്രമായി മാറുകയുണ്ടായി. അതിൻ്റെ പ്രതിഫലനം എന്നോണം വരും വർഷം ജനാർദ്ദനൻ ചേട്ടൻ്റെയും നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള സോജൻ നാട്ടിക ട്രഷററുമായിട്ട് NSA നാട്ടിക സ്പോർട്സ് അക്കാദമി എന്ന രൂപം കൊള്ളുകയാണ് ഉണ്ടായത്. ഇതിൽ 17 വിദ്യാർത്ഥികളാണ് പരിശീലനം നേടിയിരുന്നത്. ഇതിൽ 15 പെൺകുട്ടികളാണെന്നുള്ളത് ശ്രദ്ധേയമായ നേട്ടമായിട്ട് ഞാനിപ്പോഴും കാണുന്നു. ഈ കുട്ടികളെ വെച്ചുകൊണ്ട് വലപ്പാട് ഉപജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ചരിത്രത്തിൽ ആദ്യമായി നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂൾ ഓവറോൾ വിജയികളായി. തുടർന്ന് സംസ്ഥാന മത്സരത്തിൽ PD അഞ്ജലിയിലൂടെ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. PA അതുലയിലൂടെ ഡിസ്കസ് ത്രോയിൽ 1ാം സ്ഥാനവും ഷോട്ട് പുട്ടിൽ 3ാം സ്ഥാനവും നേടുകയും NC സോജനിലൂടെ ലോങ് ജമ്പിൽ 3ാം സ്ഥാനവും നേടുകയുണ്ടായി. തുടർന്ന് നടന്ന ദേശീയ മത്സരത്തിൽ PD അഞ്ജലിയിലൂടെ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണവും, 4x100 മീറ്റർ ഓട്ടത്തിൽ സ്വർണവും, 200 മീറ്റർ ഓട്ടത്തിലും 100 മീറ്റർ ഓട്ടത്തിലും വെള്ളിയും നേടി ഇന്ത്യയിലെ മികച്ച കായികമായി തിരഞ്ഞെടുക്കപ്പെട്ടു. NC സോജൻ 4x100 മീറ്റർ റിലേയിൽ സ്വർണ്ണമണിഞ്ഞ ടീമിലെ അംഗമായിരുന്നു. ഈ കാഴ്ച നേരിട്ട് കാണാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. ഞാനൊരു 16 വർഷമായി ഈ നാട്ടിക ഗവൺമെൻറ് ഫിഷറി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ മക്കൾ LPയിൽ തുടങ്ങിയ കാലം തുടങ്ങിയ ഞാൻ കായിക രംഗമായിട്ട് അടുത്ത് ഇടവഴി പ്രവർത്തിക്കുന്നത്. അക്കാലത്താണ് കണ്ണനുമായിട്ട് പരിചയപ്പെടാനും നാട്ടിക ഗവൺമെൻറ് LP സ്കൂളിൽ കുട്ടികൾക്കൊരു കായിക പരിശീലനം ആരംഭിക്കുന്നതിനായിട്ട് കണ്ണനെ ക്ഷണിക്കുന്നതും കണ്ണനതിന് തയ്യാറാകുന്നു. അന്ന് തുടങ്ങിയ നമ്മളെ മേഖലയിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ കായിക രംഗത്തൊരു ഉണർവുണ്ടാക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്നേഹാമനോഹരനെ പോലുള്ള കായിക പ്രതിഭകൾ അക്കാലത്താണ് നമ്മളെ LP തലങ്ങളിലൊക്കെ വളർന്നു വന്നത്. പിന്നീട് PD അഞ്ജലി, PM അഞ്ജന, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ നമ്മളെ മേഖലയിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. പിന്നീടാണ് നമ്മൾ കായിക രംഗം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ എടുത്തത്. 2 വർഷം മുമ്പാണ് നമുക്ക് PD അഞ്ജലിയിലൂടെ നമ്മളെ സാന്നിധ്യം സംസ്ഥാന തലത്തിൽ നമുക്ക് അറിയിക്കാൻ സാധിച്ചു. നമുക്ക് 2 വെള്ളി മെഡലുകൾ നേടാൻ കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് കുറേയും കൂടി സാധ്യതകൾ ഈ രംഗത്ത് ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് നമ്മൾ കൂടുതൽ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തി നാട്ടിക സ്പോർട്സ് അക്കാദമിക്ക് രൂപം കൊടുത്തത്. ഏകദേശം 20ഓളം കായിക താരങ്ങൾ നാട്ടിക സ്പോർട്സ് അക്കാദമിയിൽ നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് സ്കൂൾ കേന്ദ്രീകരിച്ച് ഒരു കായിക പരിശീലനം നൽകാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ നേട്ടമാണ് നമുക്ക് കഴിഞ്ഞ വർഷം നേടാൻ കഴിഞ്ഞത്. സംസ്ഥാന തലത്തിൽ നമുക്ക് സ്കൂളുകളുടെ ലിസ്റ്റിൽ 8ാം സ്ഥാനത്തും ദേശീയ ഒരു വ്യക്തിഗത ചാമ്പ്യനെയും നമുക്ക് PD അഞ്ജലിയിലൂടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ദേശീയ കായിക രംഗത്തും നമ്മുടെ സാന്നിധ്യം
നമുക്ക് അറിയിക്കാൻ കഴിഞ്ഞു. 5 ദേശീയ മെഡലുകൾ, 3 സ്വർണ്ണ മെഡലുകളും 2 വെള്ളി മെഡലുകളും നമുക്ക് നേടാൻ സാധിച്ചു. അതൊക്കെ നമ്മുടെ ഈ തീരദേശത്ത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. നമുക്ക് അതിൽ എടുത്തു പറയേണ്ട പേരാണ് കണ്ണൻ്റെ പേര്. കണ്ണനും പിന്നെ കണ്ണനെ സഹായിക്കാൻ അനന്തവും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു അക്ഷീണ പ്രയത്നം, കുട്ടികളുടെ കൃത്യമായ പരിശീലനം, അതുകൊണ്ടാണ് നമുക്ക് ഈ രംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞത്. നമുക്ക് ജില്ലാ തലങ്ങളിലൊക്കെ ചാമ്പ്യന്മാരാവാൻ കഴിഞ്ഞു. വരും വർഷങ്ങളിൽ നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏകദേശം 35ഓളം കായിക താരങ്ങളാണ് നമ്മുടെ അക്കാദമിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാട്ടിക സ്പോർട്സ് അക്കാദമിയിലേക്ക് നമ്മൾക്ക് നാട്ടിക പഞ്ചായത്തിൻ്റെ വലിയൊരു സഹായം ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. 75,000 രൂപയുടെ എക്യുപ്മെൻറ്റ്സ്, അതായത് ഹഡിൽസ്, അതോടൊപ്പം ഹൈ ജമ്പ് സ്റ്റാൻഡ്, ഹൈ ജമ്പ് ബെഡ് ഒക്കെ വാങ്ങിക്കാനുള്ള ആയിട്ട് 75,000 രൂപ നമുക്ക് സാമ്പത്തികമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണത്തിനാവശ്യമായിട്ട് 25,000 രൂപ വേറെ അനുവദിക്കുകയുണ്ടായി. തുടർന്ന് ഈ വർഷം നമുക്ക് ഈ നേട്ടത്തിന് പിന്നാലെ 2 ലക്ഷം രൂപയുടെ ഒരു പോൾ വാൾട്ട് വാങ്ങിക്കാനായിട്ട് 2 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് അനുവദിക്കുകയുണ്ടായി. അത് ഇതുവരെ നമുക്ക് കൊട്ടേഷൻ ശരിയാവാത്തതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയിട്ടില്ല. തുടർന്ന് 3 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് നമുക്ക് അനുവദിക്കാമെന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തുടർന്ന് നാട്ടുകാരുടെയും അതുപോലെ തന്നെ എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന ഫിഷറീസ് LP സ്കൂളിൽ എന്നെ പരിശീലന രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ സൗദാമിനി ടീച്ചറുടെ വക ഒരു 50,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായി. തുടർന്ന് ജനങ്ങളുടെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു.